മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പിന്റെ ടീം മീറ്റപ്പ് സെക്ഷൻ മീഡിയ വൺ CEO റോഷൻ കക്കട്ട് സന്ദർശിച്ചു. ദോഹ സ്റ്റേഡിയത്തിൽ നടന്ന മീറ്റപ്പിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ നിന്നുള്ള താരങ്ങളെല്ലാം പങ്കെടുത്തു. ദിവ കാസർകോട്, KMCC മലപ്പുറം, TJSV തൃശൂർ, വയനാട് കൂട്ടം, ഫ്രണ്ട്സ് ഓഫ് തൃശൂർ, മാക് ഖത്തർ, യുണൈറ്റഡ് എറണാകുളം തുടങ്ങിയ ടീമുകളാണ് ദോഹ സ്റ്റേഡിയത്തിൽ സംഗമിച്ചത്. ഖത്തറിലെ പ്രധാന പ്രവാസി ഫുട്ബോൾ ടൂർണമെന്റായ കിഫും മീഡിയ വണ്ണും കൈകോർക്കുന്നതോടെ പ്രവാസി കായിക രംഗത്ത് പുതിയ മുന്നേറ്റങ്ങൾക്കുള്ള പാതയാണ് തുറക്കുന്നതെന്ന് മീഡിയ വൺ CEO റോഷൻ കക്കട്ട് പറഞ്ഞു. കിഫ് വർഷങ്ങളായിട്ട് ഇന്റർനാഷണൽ ഫോർമാറ്റിൽ ഇവിടുത്തെ റീജിയണൽ ക്ലബ്ബുകളെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമുക്കറിയാം, ഫിഫ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ടൂർണമെൻറ്റുമായിട്ട് കിഫ് മുന്നോട്ട് പോകുന്നത്. മീഡിയ വൺ ഈ അവസരത്തിൽ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ടൂർണമെൻറ്റിനെ കൂടുതൽ ജനകീയമാക്കാനും അതുപോലെ തന്നെ ഇതിനെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്തുവാനും മീഡിയ വണ്ണിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മാത്രമല്ല, കേരള ടീമുകൾ ധാരാളം ഇതിൽ കളിക്കുന്നുണ്ട്. കേരളത്തിലേക്കും ഇതിൻ്റെ ഒരു വികാരവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതുമകളോടെയാകും കിഫിന്റെ 15ാമത് സീസൺ ആരാധകർക്ക് മുന്നിലെത്തുകയെന്ന് കിഫ് പ്രസിഡന്റ് ഷറഫ് P. ഹമീദ് വ്യക്തമാക്കി. തന്നെയുമല്ല, 2007 നമ്മൾ കിഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫുട്ബോൾ ഓർഗനൈസേഷനും ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടില്ല. കിഫാണ് ഈ ഫുട്ബോൾ ആവേശം ശരിക്ക് ഖത്തറിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി പ്രസിഡന്റുമാരായ AP മണികണ്ഠൻ, ഷാനവാസ് ബാവ, EP അബ്ദുറഹ്മാൻ, ത്വാഹ മുഹമ്മദ്, കിഫ് ഭാരവാഹികളായ സുഹൈൽ ശാന്തപുരം, മുഹമ്മദ് ഷമീൻ, മുഹമ്മദ് ഈസ, മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സ്വവാബ് അലി, റഹീം ഓമശ്ശേരി തുടങ്ങിയവർ ടീമുകൾക്ക് വിജയാശംസകൾ നേർന്നു. കിഫ് ജനറൽ സെക്രട്ടറി ആഷിഖ് അഹമ്മദ് സ്വാഗതവും ട്രഷറർ ഹനീഫ് നന്ദിയും പറഞ്ഞു. മീഡിയ വൺ, ദോഹ.